ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ പണിയുടെ ഇടയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും ഒരു ഇടം നോക്കി പോയതാണ്. അപ്പോൾ ഇതാ ഇങ്ങനൊരു ഹോട്ടൽ തണൽ. ഈ തണൽ എന്നുള്ള ഹോട്ടൽ കരിപ്പോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്ന് വെച്ചാൽ പാലക്കാട് വഴി പോകുമ്പോൾ പുതുനഗരം കഴിഞ്ഞാൽ കരിപ്പോട് ജംഗ്ഷൻ എത്തുന്നതിന് ഒരു 100 മീറ്റർ മുമ്പായിട്ട് ഇടതുവശത്തായിട്ട് ഈ ഒരു ഹോട്ടൽ കാണാം. അപ്പോൾ ഈ ഹോട്ടൽ അക്ഷരാർത്ഥത്തിൽ ഏതെങ്കിലും വെയിലുള്ള സ്ഥലത്ത് ഒരു ഹോട്ടൽ പണിതിട്ട് തണൽ എന്നുള്ള പേര് വെച്ചിരിക്കുന്നതല്ല. ശരിക്കും അതൊരു തണൽ, വളരെ തണലുള്ളൊരു സ്ഥലമാണ്. നിറയെ മരങ്ങളും എല്ലാമുള്ള റോഡ് സൈഡിലുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. പക്ഷേ എന്നാലും നല്ലൊരു ആംബിയൻസ് ആണ് കാണാനും എല്ലാം. ചോറില്ലേ? വാവ്, തകർത്തു. ഇത് ചിക്കൻ വെറൈറ്റി അല്ലേ? മീൻ, കപ്പ, പരിപ്പുവട, അതേമാതിരിയുള്ള അപ്പം, കുറേ നമ്മളുടെ ചിക്കൻ്റെ കുറേ വെറൈറ്റി സംഭവങ്ങൾ, ഇതെല്ലാം മസാലയൊക്കെ തേച്ച് അവിടെ ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ മീൻ പൊരിച്ചത് എല്ലാം വളരെ വൃത്തിയായി തന്നെ അവർ ആ ഒരു ഡെമോ നന്നായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു ആംബിയൻസാണ് കാണാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിലുള്ള മുൻഭാഗത്തുള്ള റോഡും നല്ല തണൽ വിരിച്ചിരിക്കുന്ന മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തണൽ എന്നുള്ള പേരും വളരെ അന്വർത്ഥമായിരിക്കുന്നു. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഉള്ളിൽ ചുമരുകളിൽ മുഴുവൻ അവിടുത്തെ ആ ഒരു എന്തെല്ലാമാണ് അവിടുത്തെ വിഭവങ്ങൾ അതിൻ്റെ പേരുകളാൽ എഴുതി മനോഹരമായിട്ട് ചിത്രപ്പണികളോടുകൂടി തന്നെ അതെല്ലാം എഴുതി വച്ചിരിക്കുന്നു. നല്ല കൗതുകമുള്ള ഒരു കാഴ്ച. പൊരിച്ച കോഴിയും ചപ്പാത്തിയും നെയ്ച്ചോറ്, കൊത്ത് പൊറോട്ട എല്ലാം വളരെ കലാത്മകമായിട്ട് തന്നെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സമയം ഒരുപാടൊന്നും ആയിട്ടില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. ആളുകളെല്ലാം വരുന്നതേ ഉള്ളൂ. രാവിലെ എല്ലാം പോയാൽ നെയ് റോസ്റ്റ്, അതേമാതിരി മസാല ദോശ, ഇതെല്ലാം ഇവിടെ. അതേമാതിരി വൈകുന്നേരങ്ങളിൽ ചായ, കടി, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെയുണ്ട്. പൊറോട്ടയും ബിരിയാണിയും എല്ലാം ഇവിടെ കിട്ടുമെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഊണാണ്. അപ്പോൾ നമ്മൾ ഊണിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ കഴിച്ച് നോക്കിയിട്ടില്ല. അതിനെപ്പറ്റി അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു റിവ്യൂ തരാനും പറ്റില്ല. നമ്മൾ കഴിക്കാൻ പോകുന്നത് ചോറാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് നമ്മൾ പറയുന്നതാണ്. ഊണിൻ്റെ കൂടെ തരാനുള്ള ഒരു സാമ്പാർ, തൈര്, അതേമാതിരി രസം, മറ്റുള്ള സൈഡ് ഡിഷസ് ഇതെല്ലാമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഊണ് കഴിക്കാം. ഊണ് കഴിക്കാനും നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഐറ്റംസ് എല്ലാം ഉള്ളൂ. ഒരു 2-3 സൈഡ് ഡിഷസ്. ഇതെന്താ? കുമ്പളങ്ങ, പടവലങ്ങ, ഇത് ക്യാബേജ് അല്ലേ? അത് അച്ചാറ്, ഇത് വെള്ളം. മതി, മീൻ കറി ഒഴിക്കൂ. നോക്കട്ടെ, മീൻ കറിക്ക് ഒരു കുഴി ഒഴിക്കാം അല്ലേ? കുഴി ഒഴിക്കാം. പപ്പടം, മതി. നല്ല കുറുകിയ മീൻ കറിയാണ്. മീൻ കറി എന്ന് പറഞ്ഞാൽ അതിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഇതിനവർ പ്രത്യേകിച്ച് ചാർജും ഈടാക്കുന്നില്ല. സാമ്പാറോ മീൻ കറിയോ നമ്മൾക്ക് വാങ്ങിക്കാം. അപ്പോൾ അതിന് പ്രത്യേക ചാർജൊന്നും ഈടാക്കുന്നില്ല. ഈ ഒരു കറി കാണാൻ തന്നെ അത് വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും അതീവ രുചികരമായിരുന്നു, ഒന്നും പറയാനില്ല. അതേമാതിരി തന്നെ അച്ചാർ നമ്മൾ കഴിച്ചു നോക്കിയില്ല. ബാക്കി എല്ലാ ഐറ്റംസും വളരെ രുചികരമായിരുന്നു എന്ന് തന്നെ പറയണം. നമ്മൾക്ക് ഈ പൊരിച്ച മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അയിലയും പിന്നെ ഒരു മത്തിയുമാണ് പറഞ്ഞത്, ഫ്രൈ. കുഞ്ഞൻ മത്തികളാണ്. അതുകൊണ്ട് തന്നെ നല്ല മൊരുമൊരാന്നുള്ള മത്തികൾ, നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല രുചികരം. നമുക്ക് വേറെ ഇവിടുത്തെ പൊറോട്ടയെ പറ്റിയോ ബിരിയാണിയെ പറ്റിയോ ഒന്നും അറിയില്ല. നമ്മൾ കഴിച്ചത് ഊണാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണമെന്ന് തന്നെ പറയാം. നിങ്ങളും ഈ വഴിക്ക് സഞ്ചരിക്കുന്നുവെങ്കിൽ നിങ്ങളും ഇവിടെ ഒന്ന് കയറി ഈ ഊണിൻ്റെ ഒരു രുചി അറിയുക.
അതിൻ്റെ ഒരു അഭിപ്രായം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ, എൻജോയ്.